പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 5-ാം തിരുവചനം പറയുന്നു, സക്കേവൂസ് വേഗം ഇറങ്ങി വരിക. പ്രിയപ്പെട്ടവരെ, ദൈവം ഓരോ വ്യക്തികളെയും വിളിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് നാം ചിന്തിക്കാൻ പോവുക. അബ്രാഹത്തെ ദൈവം വിളിച്ചു. ദൈവം അദ്ദേഹത്തിന്റെ പ്രായത്തെക്കുറിച്ച് ദൈവം ചിന്തിക്കുന്നില്ല. അവിടെ അത്ഭുതം പ്രവർത്തിക്കുകയാണ്. ദൈവം അബ്രാഹത്തെ വിളിച്ചപ്പോൾ ദാവീദിനെ ദൈവം വിളിച്ചു. അവൻ ഒരു ഇടയ ബാലനാണ്. ജസലിന്റെ പുത്രന്മാരിൽ ഏറ്റവും ഇളയവനായിരുന്നു. എന്നാൽ ജ്യേഷ്ഠന്മാര് മുന്നിലേക്ക് നിൽക്കുന്നുണ്ട്. എന്നാൽ ദൈവം വിളിച്ചത് ഒരു അനുഭവമില്ലാത്ത, ഒരു പരിചയമില്ലാത്ത ദാവീദിനെ വിളിച്ചത്. എസ്തേർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ദൈവം അവിടുന്ന് ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം ബൈബിളിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. അവള് ആണോ പെണ്ണോ എന്ന് നോക്കിയിട്ടല്ല, ദൈവം അവളെ കണ്ടു എന്നുള്ളതാണ്. അതുപോലെ തന്നെ പൗലോസ്ലീഹായെ ദൈവം വിളിച്ചു. ദൈവം അവനെ വിളിച്ചുവെങ്കിൽ ദൈവം അവന്റെ പഴയതിനെ നോക്കിയിട്ടല്ല. പഴയ നോക്കിയായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ പൗലോസ്ലീഹായെ പോലെ പാപം ചെയ്ത ഒരു വ്യക്തി ഈ ലോകത്തിൽ ഉണ്ടാവില്ല. പൗലോസ്ലീഹായെ പോലെ ക്രിസ്തുവിന്റെ സഭയെ പീഡിപ്പിച്ച ഒരു വ്യക്തി ഈ ലോകത്തിൽ ഉണ്ടാവില്ല. ഇന്നത്തെ ISSകാരെ പോലെ ഒരു വ്യക്തിയായിട്ട് കാണണം ആ കാലഘട്ടത്തിൽ പൗലോസ്ലീഹായെ. എന്നാൽ അവന്റെ ഇന്നലകളെ നോക്കാതെ ഈ പൗലോസിനെ ദൈവം അവിടുന്ന് വിളിച്ചു. സക്കേവൂസിനെ ദൈവം വിളിച്ചു. അവന്റെ ശാരീരികമായ അവന്റെ കഴിവോ അവന്റെ ഭംഗിയോ ഒന്നും നോക്കിയിട്ടല്ല. വളരെ പൊക്കം കുറവുള്ള മനുഷ്യനായിരുന്നു സക്കേവൂസ്. എങ്കിലും ദൈവം അവനെ വിളിച്ചു. മോശയെ ദൈവം വിളിച്ചു. പക്ഷേ മോശയെ ദൈവം വിളിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ അറിയണം, മോശയ്ക്ക് സംസാരിക്കാനൊന്നും കഴിവുണ്ടായിരുന്ന വ്യക്തിയല്ല. ഫ്ലുവൻസി ഇൻ സ്പീച്ച് എന്നൊക്കെ പറയുമ്പോ, ഇന്ന് വലിയ പ്രസംഗമൊക്കെ പറയുന്ന വ്യക്തികളെ നോക്കുമ്പോ മോശയ്ക്ക് അതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇസ്രായേൽ ജനത്തെ നയിക്കുവാൻ വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത് സംസാരിക്കാൻ പാഠവുമില്ലാത്ത വിക്കുള്ള മോശയെ ദൈവം അവിടുന്ന് വിളിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ എന്താ ജോലി, തൊഴിൽ എന്ത് എന്നല്ല നോക്കിയിട്ടല്ല ദൈവം വിളിക്കുന്നത്. ഭക്തെല്ലാം അറിയത്തെ ദൈവം വിളിച്ചു. എന്നാൽ ഭക്തെല്ലാം അറിയ നമുക്കറിയാം അവൾ ആരായിരുന്നു എന്ന്. അവളുടെ പഴയ ജോലി എന്താണെന്ന് നോക്കിയിട്ടല്ല ദൈവം അവളെ വിളിച്ചത്. പ്രിയപ്പെട്ടവരെ, ദൈവം എന്നെയും വിളിക്കുന്നു, നിങ്ങളെയും വിളിക്കുന്നു. എന്റെ കഴിവ് കേടിനെ കുറിച്ച് നോക്കേണ്ട, എന്റെ പ്രായത്തെക്കുറിച്ച് നീ ചിന്തിക്കേണ്ട, എന്റെ പരിചയക്കുറവിനെ കുറിച്ച് നീ ചിന്തിക്കേണ്ട, എന്റെ ജീവിതത്തെ കുറിച്ച് നോക്കേണ്ട, എന്റെ ശാരീരത്തിന്റെ അസുഖങ്ങളെ കുറിച്ച് നോക്കേണ്ട, എന്റെ ഭാഷാ സൗന്ദര്യത്തെ കുറിച്ചോ എന്റെ കഴിവുകളെ കുറിച്ചോ നോക്കേണ്ട, എന്റെ കഴിഞ്ഞ കാലഘട്ടത്തെ ജോലിയെ കുറിച്ച് നോക്കേണ്ട. ഒറ്റ കാര്യം മാത്രം നോക്കിയാൽ മതി, ദൈവം എന്നെ വിളിച്ചു എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വിളിയുടെ പ്രത്യേകത എന്താ? അത് കൃപയുടെ വിളിയാണ്. ജോയസിനെ ദൈവം പൗരോഹിത്യത്തിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ, സന്യാസ ജീവിതത്തിലേക്ക് ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാൻ സാധിക്കും, ഞാൻ ഏറ്റവും കുറവുള്ള വ്യക്തിയാ, ഏറ്റവും കഴിവ് കുറഞ്ഞ വ്യക്തിയാ, പഠിക്കാൻ കുറവുള്ള വ്യക്തിയാ, അതുപോലെ തന്നെ പാട്ടുപാടാൻ കഴിവില്ലാത്ത വ്യക്തിയാ. ഒരുപാട് കുറവുകളാ എന്റെ ജീവിതത്തിലുള്ളത്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഏറ്റവും ഫസ്റ്റ് നേടിയ വ്യക്തിയല്ല ദൈവം അവിടുന്ന് വിളിച്ചത്. ഏറ്റവും കൂടുതൽ സ്പോർട്സില് മിടുക്കനായി സർട്ടിഫിക്കറ്റുകൾ മേടിച്ച വ്യക്തിയല്ല ദൈവം വിളിച്ചത്. ഞാൻ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോ ദൈവത്തിന്റെ കൃപയുടെ വിളി മാത്രമാണ് എന്റെ കഴിഞ്ഞ 7 വർഷക്കാലത്തെ പൗരോഹിത്യ ജീവിതത്തിൽ എനിക്ക് കാണാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവം ഓരോരുത്തരെയും അവരായിരിക്കുന്ന ജീവാന്തസ്സിൽ ദൈവം വിളിച്ചിരിക്കുക. പക്ഷേ ദൈവത്തിന് വേണ്ടി എല്ലാം ഒഴിഞ്ഞു വെക്കാൻ തയ്യാറാവുക. എന്റെ സ്വാർത്ഥതയെ വിട്ടുകൊണ്ട് ദൈവത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി എന്നെ വിട്ടുകൊടുക്കാൻ തയ്യാറാവുക. സക്കേവൂസ് എന്ന് പറയുന്ന വ്യക്തിയെ ദൈവം വിളിച്ചു. അവന്റെ യോഗ്യത നോക്കിയിട്ടല്ല, അവൻ വെറുക്കപ്പെട്ട മനുഷ്യനായിരുന്നു. റോമൻ ഗവൺമെന്റിന് വേണ്ടി ഇസ്രായേൽക്കാരെ പിഴിഞ്ഞുകൊണ്ടിരുന്ന വ്യക്തിയാണ് സക്കേവൂസ് എന്ന് പറയുന്ന വ്യക്തി. മനുഷ്യരെ ദ്രോഹിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. ഒരു നിമിഷം
ഇടത്തും വലതും നോക്കി, എന്നെ തന്നെയാണോ ദൈവം വിളിക്കുന്നത്? സക്കേവൂസ്, നീ വേഗം ഇറങ്ങി വരിക എന്ന് പറയുമ്പോ ഈ സക്കേവൂസ് നോക്കുന്ന, എന്നെ വിളിക്കാൻ ഒരു യോഗ്യതയും ഞാൻ കാണുന്നില്ല. എന്റെ ഇടതും വലതും സക്കേവൂസ് എന്ന് പറയുന്ന ഏതെങ്കിലും വ്യക്തികളാണോ? അല്ല. സക്കേവൂസ് തിരിച്ചറിഞ്ഞു, ആ മരത്തിന്റെ മുകളിൽ നിന്ന് എന്നെ വിളിച്ചിറക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വിളി എന്ന് പറഞ്ഞത് കൃപ നിറഞ്ഞ വിളിയാ. അത് യോഗ്യത നോക്കിയിട്ടല്ല. പ്രിയപ്പെട്ടവരെ, നമ്മള് ഇന്നത്തെ പ്രാർത്ഥനകളിൽ പലരും പറഞ്ഞു, നാളെ ഇന്റർവ്യൂവിന് പോകുന്ന മക്കൾ, അവിടെയൊക്കെ വിളിക്കുന്ന എങ്ങനെയാ? ഏറ്റവും കഴിവുള്ളതും ഏറ്റവും യോഗ്യതയുള്ള വ്യക്തിയാണ്. പക്ഷേ ദൈവം വിളിക്കുന്ന അവന്റെ യോഗ്യതയോ കഴിവോ നോക്കിയിട്ടല്ല. പ്രിയപ്പെട്ടവരെ, ദൈവം അവരിലേക്ക് കൃപയൊഴുക്കുക. ദൈവം അവരിലേക്ക് കൃപയൊഴുക്കിയ പ്രിയപ്പെട്ടവരെ, നാം മറ്റുള്ളവരെ നോക്കി പറയാറുണ്ട്, അയാള് അത്ര പാപിയ. പ്രിയപ്പെട്ടവരെ, എന്നാൽ കർത്താവിന്റെ കാഴ്ചപ്പാട് മറ്റൊന്നാ. ഞാൻ കൊർദോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 10-ാം തിരുവചനം പറയുന്നുണ്ട്, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. അതുകൊണ്ട് അച്ഛൻ പറയുന്നത്, ദൈവം വിളിച്ചിരിക്കുന്നത്, സക്കേവൂസിനെ ദൈവം വിളിച്ചത് ആ മരത്തിന് മുകളിൽ ഇന്ന് താഴേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞത് അവന്റെ സമ്പത്ത് കണ്ടിട്ടോ അവന്റെ ശരീരത്തിന്റെ സൗന്ദര്യം കണ്ടിട്ടോ ഒന്നുമല്ല. പ്രിയപ്പെട്ടവരെ, ഇതൊരു കൃപയാലുള്ള വിളിയാണ്. ഒരു വ്യക്തിയെ ദൈവം പുരോഹിതനാക്കാൻ വിളിക്കുന്ന അവന്റെ യോഗ്യത നോക്കിയിട്ടല്ല. ഒരു സിസ്റ്ററെ സമർപ്പിത ജീവാസനയ്ക്ക് വിളിക്കുന്നത് ആ സിസ്റ്ററുടെ യോഗ്യത കണ്ടിട്ടും കഴിവ് കണ്ടിട്ടും ആ സിസ്റ്ററുടെ മാർക്ക് കണ്ടിട്ടും അല്ല. ആത്മാവിന്റെ വചനം പ്രഘോഷിക്കുവാൻ ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കുന്നത് അവന്റെ യോഗ്യത നോക്കിയിട്ടല്ല. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് നോക്കിയേ. പത്രോസ് എന്ന് പറയുന്ന മനുഷ്യൻ, മുക്കുവനായ മനുഷ്യൻ, അവനെയാണ് ആദ്യത്തെ മാർപ്പാപ്പിയാക്കി മാറ്റിയത്. പൗലോസ്ലീഹ ക്രിസ്തുവിന്റെ സഭയെ പീഡിപ്പിച്ചുകൊണ്ട് നടന്ന സാവൂളായിരുന്നു. അവനെയാണ് വിശുദ്ധ പൗലോസാക്കി അവിടുന്ന് മാറ്റിയത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ വിളി കൃപയുടെ വിളിയാണ്. അഹങ്കരിക്കാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. ഇന്ന് നമ്മൾ എവിടെയായിരിക്കുന്നോ പ്രിയപ്പെട്ടവരെ, ഇന്ന് എത്തിയിരിക്കുന്ന സ്ഥലം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോ, ഈ അമേരിക്കയിൽ വരാൻ എനിക്ക് എന്ത് യോഗ്യതയുണ്ട്? എന്റെ കൂടെ പഠിച്ച, എന്നെക്കാളും മാർക്കുള്ള, ഒരുപാട് കുടുംബ മഹിമയും കാര്യങ്ങളുള്ള വ്യക്തികളെ ഒന്നും അല്ല ദൈവം ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന്. ഇതും ദൈവത്തിന്റെ ഒരു വിളിയാണ്. പ്രിയപ്പെട്ടവരെ, എന്നെ ഈ രാജ്യത്തിലേക്ക് ദൈവം അവിടുന്ന് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ദൈവികമായ ദൗത്യവും ഈ രാജ്യത്ത് ചെയ്യാനുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് വന്ന് അമേരിക്കയിൽ വന്ന് കുറെ ഡോളർ നേടുന്നതല്ല പ്രിയപ്പെട്ടവരെ. എന്റെ ജീവിതം കൊണ്ട് എനിക്ക് എത്ര ആത്മാക്കളെ നേടാൻ സാധിച്ചു, അതാ തമ്പുരാന്റെ സന്നിധിയിൽ ചെല്ലുമ്പോ എനിക്ക് കണക്ക് കൊടുക്കാനുള്ളത്. അല്ലാതെ എന്റെ ബാങ്ക് ബാലൻസിന് തമ്പുരാന്റെ സന്നിധി വില പോകില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ നേടിയെടുത്ത എന്റെ ഡിഗ്രികൾക്ക് തമ്പുരാന്റെ സന്നിധി വില പോകുകയില്ല. എന്റെ വലിയ കാറിനും വലിയ വീടിനൊന്നും തമ്പുരാന്റെ സന്നിധിയിൽ വില പോകില്ല. ഈ ലോകത്തിലൊരു പക്ഷേ വില പോകുമായിരിക്കും. എന്നാ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കണം, തിരുവചനത്തിൽ കാണുന്നുണ്ട്, ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ ധനികരായ മനുഷ്യനുണ്ടായിരുന്നു. ഈ ധനികരായ മനുഷ്യൻ എന്താ ചെയ്തേ? അദ്ദേഹം തലമുറകൾക്ക് വേണ്ടി വലിയ വസ്താടം ഉണ്ടാക്കി തലമുറകൾക്ക് വേണ്ടിയിട്ടുള്ളത് സമ്പാദിച്ചു വെച്ചു. 10 തലമുറയ്ക്കുള്ളത് അയാൾ സമ്പാദിച്ചു വെച്ചു. ഇങ്ങനെ ഒരു വ്യക്തിയെ നമ്മൾ അറിയും. ഈ വ്യക്തി തലമുറകൾക്കുള്ള മുഴുവൻ സമ്പാദിച്ചു വെച്ചിരിക്കുക. നമ്മൾ അയാളെ നോക്കിയിട്ട് പറയും, എത്രയോ ഭാഗ്യവാനായ വ്യക്തി, എത്രയോ തലമുറകൾക്കുള്ളത് ആ മനുഷ്യൻ സമ്പാദിച്ചു വെച്ചിരിക്കുന്നു. എന്നാ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ മനുഷ്യനെ ഭാഗ്യവാനെന്നും കഴിവുള്ള വ്യക്തിയെന്നും മിടുക്കനെന്നൊക്കെ വിളിക്കും. എന്നാൽ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ യേശു ആ ധനികനായ മനുഷ്യരെ വിളിച്ചു. എന്തെന്നാ വിളിച്ചേ? യേശു വിളിച്ചു ഫൂൾ, വിഡ്ഢി എന്നാണ് യേശു അവിടുന്ന് വിളിച്ചത്. യേശു വിളിച്ചു ബോഷ എന്ന അവനെ വിളിച്ച്. നമ്മൾ നോക്കുമ്പോ പ്രിയപ്പെട്ടവരെ, നമ്മളെ നോക്കി പറയും, നോക്കി നാട്ടിലുള്ളവര് പറയും, അവളെവിടെയാ? അവൾ അമേരിക്കയിലാ. അവനെവിടെയാ? അവനും കുടുംബം അമേരിക്കയിൽ വർഷങ്ങളായി. അവൻ അമേരിക്കയിൽ എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നത്. നമ്മളെ നോക്കി നാട്ടിലുള്ളവര് പറയും. വല്ലപ്പോഴൊക്കെ വെക്കേഷൻ നാട്ടിൽ ചെല്ലുമ്പോ
നമ്മളെ എന്തൊരു ബഹുമാന, കാരണം നമ്മൾ അമേരിക്കയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. 1 മാസമൊക്കെ അല്ലേ ഉള്ളൂ. നമ്മൾ വളരെ ഭംഗിയായിട്ടൊക്കെ പോകും. നമ്മളെ നോക്കി അമേരിക്കക്കാരും ഇതേ മദാമ പോലെ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇത് എല്ലാവരും വരും. എന്നാ പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് അറിയണം, അവരൊക്കെ നമ്മളെ നോക്കിയിട്ട് ഭാഗ്യമുള്ളവര് എത്രയോ, അവരവിടെയാണല്ലോ, എന്തൊരു സുഖസൗകര്യാന്നൊക്കെ പറയും. പക്ഷേ ഒരുപക്ഷെ തമ്പുരാൻ കർത്താവ് എന്നെ നോക്കി പറയുന്നത് എന്തെന്നായിരിക്കും? ഒരുപക്ഷേ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ കാണുന്ന പോലെ ബോഷ എന്നായിരിക്കും എന്നെ കർത്താവ് വിളിക്കുന്നത്. മറ്റുള്ളവർ പറയുന്നതാണോ പ്രധാനപ്പെട്ടത്, അതോ തമ്പുരാൻ കർത്താവ് തരുന്നതാണോ? പ്രിയപ്പെട്ടവരെ, യേശു സക്കേവൂസിനെ വിളിച്ചു. അവന്റെ യോഗ്യത നോക്കിയിട്ടല്ല, കൃപയാലുള്ള വിളിയാണ് ദൈവം അവിടെ നിന്ന് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മൾ എന്തൊക്കെയായിരിക്കുന്നോ അത് ദൈവത്തിന്റെ കൃപയാലാണ്. അഹങ്കരിക്കാൻ എനിക്ക് ഒന്നുമില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് തമ്പുരാന്റെ കൃപയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഇന്നോളം എന്റെ ജീവിതത്തിൽ വർഷിച്ചിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെ ഓർമ്മ നമുക്ക് മുട്ടുകൾ കുത്തി നിന്ന് കർത്താവിന്റെ സന്നിധിയിൽ ആശീർവാദത്തിനായി സ്വീകരിക്കാം. കർത്താവിൽ ഞങ്ങൾ എന്തായിരിക്കുന്നു ആ ദൈവത്തിന്റെ കൃപയാലാണ്. നമ്മൾ എന്തായിരിക്കുന്നു ആ ദൈവ കൃപയാലാണ്. നമ്മുടെ ഹൃദയത്തിലൊന്ന് പറയാൻ സാധിക്കട്ടെ, ഞാൻ എന്തായിരിക്കുന്നു ആ ദൈവ കൃപയാലാണ്. എന്തായിരിക്കുന്നു കൃപയാൽ, ഞാൻ എന്തായിരിക്കുന്നു ആ ദൈവ കൃപയാൽ. ആ ബോധ്യം നമ്മളിലേക്ക് അവിടെ നിന്ന് ഉണ്ടാകട്ടെ. ക്രിസ്തുവാർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 10-ാം തിരുവചനം, ഞാൻ എന്തായിരിക്കുന്നു ആ ദൈവ കൃപയാലാണ്. പ്രിയപ്പെട്ടവരെ, അഹങ്കരിക്കാനൊന്നുമില്ല. തമ്പുരാന്റെ സന്നിധി എളിമപ്പെടാൻ. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് നേടുന്ന ഒന്നുമല്ല പ്രധാനപ്പെട്ടത്. തമ്പുരാന്റെ സന്നിധി അതൊന്നും വില പോകാൻ പോകുന്നില്ല. എന്റെ ജീവിതം കൊണ്ട് എത്ര ആത്മാർത്ഥത എനിക്ക് നേടിയെടുക്കാൻ സാധിച്ചു, അത് വിലയുള്ള ജീവിതം എന്ന് തിരിച്ചറിഞ്ഞു. നമുക്ക് 2 കരങ്ങൾ ഉയർത്തി പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. മാവിന്റെ അഭിഷേകത്തിൽ യേശുവിന്റെ നാമത്തിൽ വിടുതൽ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ വലിയ അഭിഷേകം കൊടുക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാ തിന്മകളും പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബങ്ങളെ അവിടെ അനുഗ്രഹിക്കണമേ. സംരക്ഷണം ഓരോ കുടുംബത്തിലേക്ക് ഏർപ്പെടുത്തണമേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ ചാവറ പിതാവിന്റെ പ്രത്യേക മാധ്യസ്ഥവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.